കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കൊടൈക്കനാലിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബെരിഞ്ചാം ലേക്ക്. കൊടൈക്കനാലിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരെ കൊടൈക്കനാൽ മൂന്നാർ എസ്കേപ്പ് റൂട്ടിലാണ് ഈ അതിമനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ്. പച്ചപ്പ് നിറഞ്ഞ വനങ്ങളാലും പൈൻമരങ്ങളാലും ചുറ്റപ്പെട്ട ഈ തടാകം ഏത് സമയത്തും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. പളനിമല വ്യൂ പോയിന്റ്. കൊടൈക്കനാലിൽ നിന്ന് പൂമ്പാറ റൂട്ടിൽ 17 കിലോമീറ്റർ ദൂരെയാണ് പളനിമല വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പളനിമല കാണാൻ കഴിയും. അതുമാത്രമല്ല നല്ലൊരു ഫോട്ടോഷൂട്ട് പോയിന്റ് കൂടിയാണിത്. കൊടൈക്കനാലിലെത്തുന്നവർക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റിയ ഒരു അടിപൊളി ടൂറിസ്റ്റ് കേന്ദ്രമാണ് കൊടൈക്കനാൽ ലേക്ക്. ബോട്ടിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റി. ഷോപ്പിങ്ങിന് പറ്റിയ ഒരു ഏരിയ കൂടിയാണിത്. കൂക്കൽ വില്ലേജ്. കൊടൈക്കനാലിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരെ ആനമല ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന വിചിത്രമായ ഒരു കാർഷിക ഗ്രാമമാണ് കൂകൽ. വനത്തിന് നടുവിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടം ഉൾപ്പെടെ നിരവധി വ്യൂ പോയിന്റുകളുണ്ട് ഈ ചെറിയ ഗ്രാമത്തിൽ. നൂറുകണക്കിന് ആളുകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കൂടിയാണിത്. കൂക്കൽ ഗ്രാമത്തിലേക്ക് പോകുന്നവർക്ക് അതിനോടൊപ്പം ആ റൂട്ടിൽ കാണാൻ പറ്റിയ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പൂണ്ടി. കൊടൈക്കനാലിലെ ഒരു ഉൾനാടൻ നിത്യഹരിത ഗ്രാമമാണിത്. ഇവിടുത്തെ പ്രധാന ആകർഷണം ഇവിടുത്തെ ഈ കാലാവസ്ഥയും ഈ ഗ്രാമവും ഗ്രാമത്തിലെ കാഴ്ചകളുമാണ്. വെളുത്തുള്ളി കൃഷിയിൽ പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് പൂണ്ടി. കൊടൈക്കനാലിലെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് ആണ് പില്ലർ റോക്ക്. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് വെറും 7 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. ഈ വ്യൂ പോയിന്റിലേക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 10 രൂപയാണ്. കൊടൈക്കനാലിൽ നിന്ന് സഞ്ചാരികളുടെ ഒരു പ്രധാന ഫോട്ടോഷൂട്ട് പോയിന്റ് കൂടിയാണിത്. കൊടൈക്കനാലിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈൻ ഫോറസ്റ്റ്. ഫോട്ടോഗ്രാഫിക്കും പീസ്ഫുൾ വാക്കിനും പുറമെ ഈ ഉയർന്ന പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള വഴികളിൽ നിങ്ങൾക്കൊരു കുതിര സവാരിയും ഇവിടെ ആസ്വദിക്കാം. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ ബെരിഞ്ചാം ലേക്കിലേക്ക് പോകുന്ന ഫോറസ്റ്റ് റൂട്ടിന്റെ ചെക്ക് പോസ്റ്റിനടുത്തായിട്ടാണ് മോയർ വ്യൂ പോയിന്റ്. കോടമഞ്ഞ് മൂടിയ താഴ്വരകളുടെ മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടേക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 10 രൂപയാണ്. ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന കൊടൈക്കനാലിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗുണ കേവ് അഥവാ ഡെവിൾസ് കിച്ചൻ. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. 1821 ഇംഗ്ലീഷ് ഓഫീസറായിരുന്ന BS വാർഡാണ് ഈ അതിപുരാതന ഗുഹ കണ്ടെത്തിയത്. സമുദ്രനിരപ്പിൽ നിന്ന് 2230 മീറ്റർ ഉയരത്തിലാണ് ഇതിന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ തണുപ്പും മഞ്ഞുമൊക്കെ നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും ഗുഹയ്ക്കുള്ളിലും പുറത്തുമെല്ലാം. കൊടൈക്കനാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഫോറസ്റ്റ് സഫാരി. നിരവധി വ്യൂ പോയിന്റുകളും കണ്ട് യാത്രാ നിരോധനമുള്ള കൊടൈക്കനാൽ മൂന്നാർ എസ്കേപ്പ് റൂട്ടിലൂടെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു വാൻ സഫാരിയാണിത്. മോയർ വ്യൂ പോയിന്റിനടുത്തുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഈ വാൻ സഫാരിക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 350 രൂപയാണ്. ഈ വാൻ സഫാരിയിൽ ട്രിപ്പ് പോകുന്നവർക്ക് മാത്രമേ നമ്മൾ ആദ്യം കണ്ട ടൂറിസ്റ്റ് സ്പോട്ടായ ബെരിഞ്ചാം ലേക്കൊക്കെ കാണാൻ കഴിയൂ.
കോടൈക്കുന്നുകളിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഉൾനാടൻ ഗ്രാമമാണ് പൂമ്പാറ. പച്ചപ്പ് നിറഞ്ഞ മലനിരകളും താഴ്വാരങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട അതിശയമായ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരം മാത്രമാണ് പൂമ്പാറയിലേക്ക്. ക്യാപ്സ് ഫ്ലൈ വാലി 1000 അടി താഴ്ചയിലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കൊക്കയാണിത്. കാറ്റുള്ള സമയങ്ങളിൽ തൊപ്പിയോ തൂവാല് എന്ത് തന്നെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാലും മുകളിലേക്ക് പറന്നു വരും. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ക്യാപ്സ് ഫ്ലൈ വാലി എന്ന പേര് വന്നത്. ഈ വ്യൂ പോയിന്റിലേക്ക് വരണമെന്നുണ്ടെങ്കിലും നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന വാൻ സഫാരി എടുത്താലേ സാധിക്കുകയുള്ളൂ.